നമസ്കാരം സുഹൃത്തുക്കളെ, SCRTയുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസിൽ വരുന്ന ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടേബിളുകൾ, നമ്മുടെ ഓരോ SCRT ലെസണിലും ടേബിളുകൾ, അതുപോലെ ഓരോരോ ബോക്സുകളിൽ കൊടുത്തിരിക്കുന്നത്, അതുപോലെ പിക്ചറുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയാസ് ആ ഭാഗം പിക്ക് ചെയ്തിട്ട് അങ്ങനെ എന്ത് ചെയ്യുകയാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്താണ് ഇനിയിപ്പോൾ 2 ഘട്ടം എക്സാം കഴിഞ്ഞു അല്ലേ, ഇനി നെക്സ്റ്റ് ഘട്ടം പ്രിലിംസ് എഴുതുന്നവർക്കും മെയിൻസിന് എക്സാമിന് നമുക്കിനി അധികം ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ട് അതൊക്കെ വേഗം പഠിച്ചെടുക്കാനുമായിട്ട് എന്ത് ചെയ്യണം, പെട്ടെന്ന് നമുക്ക് ക്ലാസ്സുകൾ തരികയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കുക. അപ്പൊ അങ്ങനെ ഇതിന്റെ 12ാമത്തെ ക്ലാസ് ആണ്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. പുതിയ SCRTയുടെ 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 9ാം ക്ലാസ് എല്ലാ സബ്ജക്റ്റിന്റെയും പരമാവധി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. സയൻസിൽ മാത്രമാണ് പാർട്ട് 2 ചെയ്യാനുള്ളത് കേട്ടോ. ബാക്കി എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. പരമാവധി പ്രയോജനപ്പെടുത്തുക. ഡീപ്പായിട്ട് നല്ല രീതിയിൽ SCRT പുതിയ ലെസൺസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഗുണം കിട്ടുക. അത് വേറെ ആർക്കും പങ്കിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഒരു ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് നിങ്ങൾക്ക് യൂസ് ആവുന്ന ക്ലാസ്സുകളാണ്. പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ പരമാവധി ജോയിൻ ചെയ്യുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ. പരമാവധി ഷെയർ ചെയ്ത്, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എന്താണ് നമുക്ക് തുറന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് പറയാണ്. നമുക്ക് പിന്നെ ക്ലാസ് കഴിയുമ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് അഭിപ്രായം, ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമുക്കൊന്ന് കിടക്കാം കേട്ടോ. നോക്കിക്കേ, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറന്തള്ളൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറന്തള്ളൽ? ഇവിടെ CO2 കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ടിഷ്യൂ ദ്രവങ്ങള്, രക്തലോമിക അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ എന്തുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അംശങ്ങളുണ്ട് അല്ലെ. അപ്പൊ പ്ലാസ്മയിൽ ഇപ്പോ ഇവിടെ നോക്കിക്കേ, പ്ലാസ്മയില് എന്ത് ചെയ്യാണ്, 7% ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ്, 7% കൊടുത്തിട്ടുണ്ട്. പ്ലാസ്മയിലെ ജലത്തിൽ ലയിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത്. പ്ലാസ്മയിലെ ഏതിൽ ലയിച്ചിട്ടാണ്, ജലത്തിൽ ലയിച്ചിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത്. ഇനി ഹീമോഗ്ലോബിനിലോ, ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിൽ പുറന്തള്ളുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനിൽ പുറന്തള്ളുന്നത് എങ്ങനെയാണ്, ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് കാർബമിനോ ഹീമോഗ്ലോബിന്റെ രൂപത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. ഇനി RBCയിലാണെങ്കിലോ, അരുണ രക്താണുവിലെ ജലവുമായിട്ട് പ്രവർത്തിച്ച് എന്ത് ചെയ്യും, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബണേറ്റുകളുടെ രൂപത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. ചോദ്യങ്ങൾ വന്നാൽ നല്ല രീതിയിൽ ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം പെട്ടെന്നൊന്നും ഇത് എന്ത് ചെയ്യില്ല, ആൻസർ കിട്ടില്ല. അപ്പൊ പ്ലാസ്മയിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ചിട്ടായിരിക്കും പുറന്തള്ളുക. ഹീമോഗ്ലോബിൻ ആണെങ്കിൽ അവിടെ കാർബമിനോ ഹീമോഗ്ലോബിന്റെ രൂപത്തിലായിരിക്കും. ഹീമോഗ്ലോബിനുമായിട്ട് ആണെങ്കിൽ കാർബമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിൽ പുറന്തള്ളും. അരുണ രക്താണുക്കളെ ആണെങ്കിൽ അതിൽ ജലവുമായിട്ട് പ്രവർത്തിച്ച ബൈകാർബണേറ്റ് രൂപത്തിലായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത്. ഇനി ഇവിടെ വായു അറകളിൽ കൊടുത്തിരിക്കുന്നു. നോക്കൂ, ശ്വാസകോശങ്ങളിൽ വെച്ച് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ബൈകാർബണേറ്റ് രൂപത്തിലും കാർബമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിലും എന്നൊക്കെ പറയില്ലേ, വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, സ്വതന്ത്രമാക്കുകയാണ് ചെയ്യുന്നത്. ശ്വാസകോശങ്ങളിൽ വെച്ച് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകും. അപ്പൊ രീതിയിലാണ് ഓരോരോ സ്ഥലങ്ങളിൽ, ഹീമോഗ്ലോബിനിലാണെങ്കിലും പ്ലാസ്മയിലാണെങ്കിലും RBCയിലും ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറന്തള്ളുന്ന ഒരു രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി ഇവിടെ നമ്മുടെ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ, അതുപോലെ ആൽക്കഹോൾ ഫെർമെന്റേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഗ്ലൂക്കോസ് കണ്ടോ, ഇവിടെ ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഗ്ലൂക്കോസ്, നമ്മൾ ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവർത്തിയൊക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ബാക്ടീരിയ, ഈസ്റ്റ് എന്നിവയുടെ കോശദ്രവ്യത്തിൽ കണ്ടോ 2 ATP കൊടുത്തിരിക്കുന്നുണ്ട്. ഗ്ലൂക്കോസിൽ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ 2 ATP തന്മാത്രകൾ. അതുപോലെ അത് പൈറുവിക് ആസിഡ്, ഗ്ലൂക്കോസ് എന്താണ്, പൈറുവിക് ആസിഡ് ആയിട്ട് മാറിയിട്ട് പിന്നെ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ലാക്റ്റിക് ആസിഡ്, അതുപോലെ തന്നെ ഈസ്റ്റ് കണ്ടോ, ഈസ്റ്റ് എന്താണ്, ആൽക്കഹോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. കണ്ടോ, ഇവിടെ ഫെർമെന്റേഷൻ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഫെർമെന്റേഷൻ നടക്കുന്നത്, അത് എങ്ങനെ ആയി മാറുന്നു. ഇപ്പൊ നമ്മൾ പാലില് തൈര് ഒഴിക്കുന്ന സമയത്ത് അല്ലെ, അല്ല നമ്മളെ കുറച്ച് തൈരിൽ എന്ത് ചെയ്യും, കുറച്ച് പാൽ ഒഴിക്കും അല്ലെ, അത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും,
എന്ത് ചെയ്യും? അത് ഫുൾ തൈരായിട്ട് മാറുന്നു. അവർക്ക് നടക്കുന്നത് എന്താണ്? ഒരു ബാക്ടീരിയയുടെ പ്രവർത്തനമാണ് അല്ലേ? ആ ബാക്ടീരിയ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് ആണ് അല്ലേ? പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ് അല്ലേ? അവിടെ ലാക്റ്റിക് ആസിഡിന്റെ ഒരു ഫെർമെന്റേഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലേ? അപ്പൊ അവിടെ നടക്കുന്നതിൽ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഒരു ബാക്ടീരിയയുടെ പ്രവർത്തനമാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു ആപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഈസ്റ്റ് ചേർക്കാറുണ്ട് അല്ലേ? ഈസ്റ്റിന്റെ പ്രവർത്തനം അവിടെ എന്ത് നടക്കുന്നുണ്ട്? ആൽക്കഹോൾ പ്ലസ് CO2 അല്ലേ? ആൽക്കഹോൾ ഫെർമെന്റേഷൻ ആണ് അവിടെ നടക്കുന്നത്. എന്താണ്? ആൽക്കഹോൾ ഫെർമെന്റേഷൻ ആണ് അവിടെ നടക്കുന്നത്. കണ്ടോ? ഈസ്റ്റ് കണ്ടോ? ഈസ്റ്റ്, ആൽക്കഹോൾ, കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടോ? എന്നിട്ടാണ് ഇത് കണ്ടോ? അപ്പം മാവ് പുളിച്ചിട്ട് മാർദ്ദവമുള്ളതാകാൻ കാരണം, മാവ് പുളിക്കാനുള്ള കാരണം എന്താണ്? അവിടെ ഈസ്റ്റിന്റെ അല്ലേ? അവിടെ ഈസ്റ്റ് എന്താകാണ്? ആൽക്കഹോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രവർത്തനമാണ്, ഫെർമെന്റേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇവിടെയോ ലാക്ടോബാസിലസ് ബാക്ടീരിയ അല്ലെ? ലാക്റ്റിക് ആസിഡിലുള്ള ഒരു ബാക്ടീരിയ ആണ് ഇത്. ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണ് പാല് തൈരാകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലാക്റ്റിക് ആസിഡ് പാല് തൈരാകുമ്പോൾ അവിടെ ഒരു ലാക്ടോബാസിലസ് ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ടാണ് പിന്നെന്തായി മാറുന്നത്? തൈര് ആ ലെവലാകുന്നത്, പാല് തൈരാകുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ മാവ് ഈസ്റ്റ് ചേർക്കുന്ന സമയത്ത് അവിടെ ആൽക്കഹോൾ പ്ലസ് CO2 ആണെന്നുള്ളത് കണക്ട് ചെയ്യണം. ആൽക്കഹോൾ പ്ലസ് CO2, കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ശ്വാസകോശ അർബുദത്തെ കുറിച്ചിട്ടും എംഫിസിമയെ കുറിച്ചിട്ടും ബ്രോങ്കൈറ്റിസ്, ഇതൊക്കെ ഓരോരോ പുകവലിയുടെ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് അല്ലെ? പുകവലിയുടെ കഴിഞ്ഞ 12ാം തീയതി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ബ്രോങ്കൈറ്റിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പുകവലിയുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ശ്വാസകോശത്തിന് അർബുദം ഉണ്ടാക്കും, എംഫിസിമ എന്ന രോഗം ഉണ്ടാക്കും, ബ്രോങ്കൈറ്റിസ് എന്ന രോഗം ഉണ്ടാക്കും. ഇതൊക്കെ എന്താണ്? പുകവലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നു. കണ്ടോ? അർബുദം ബാധിക്കാത്ത ശ്വാസകോശം എങ്ങനെയാണ്? ഫുള്ളി ബ്ലഡിലായിരിക്കും, നല്ല കളർഫുൾ ആണ്. കണ്ടോ? അർബുദം ബാധിച്ചത് നോക്കിക്കേ, എന്താ അതല്ലേ? ഇനി എംഫിസിമ നോക്കൂ. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം അവ പൊട്ടുകയാണ്. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം പൊട്ടുന്നു. ഇത് ശ്വസനത്തിന്റെ പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നതിനും കാരണമാകുന്നു. കണ്ടോ? എംഫിസിമ ബാധിക്കാത്ത വായു അറകളും എംഫിസിമ ബാധിച്ച വായു അറകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇനി ബ്രോങ്കൈറ്റിസ്, പുകയിലയിലെ ടാറ്, കാർബൺ മോണോക്സൈഡ്, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. പുകയിലയിലെ കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. വീക്കം ബാധിക്കാത്ത ശ്വസനീയം, വീക്കം ബാധിച്ച ശ്വസനീയം കണ്ടോ? ഇതൊക്കെയാണ്. അപ്പൊ പുകവലി മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ ശ്വാസകോശ അർബുദം, എംഫിസിമ, ബ്രോങ്കൈറ്റിസ്. മറക്കരുത്. ഇനി ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി കോശങ്ങളിൽ ധാരാളം ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. ഇവ നിശ്ചിത അളവിലും കൂടുതലാകുന്നത് ശരീരത്തിന് ഹാനികരമാണ് അല്ലെ? അമിനോ ആസിഡുകളുടെയും ന്യൂക്ലിക് ആസിഡുകളുടെയും ഉപാപചയ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തങ്ങൾ ശ്വസന പ്രക്രിയയുടെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവയാണ് മനുഷ്യരിലെ പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുക്കൾ. അപ്പൊ മനുഷ്യരിലെ പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുക്കൾ നൈട്രജൻ സംയുക്തങ്ങളും ശ്വസന പ്രക്രിയയുടെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവയൊക്കെയാണ്. ഇത്തരം മാലിന്യങ്ങൾ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. ഇത് ആന്തര സമസ്ഥിതി പരിപാലനത്തിലുള്ള മാർഗങ്ങളിൽ ഒന്നാണ്. ഇനി കരുതലോടെ കാര്യങ്ങൾ അല്ലെ? വിഷവസ്തുക്കളുമായുള്ള വർദ്ധിച്ച സമ്പർക്കം കരൾ കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു അല്ലെ? നമ്മുടെ ലിവർ എന്ത് ചെയ്യും? നശിച്ചു വരും അല്ലെ? വിഷവസ്തുക്കളുമായിട്ട് ഒരുപാട് ഇതായി കഴിഞ്ഞാൽ. എന്നാൽ കരളിനെ മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് നശിച്ചു പോകുന്ന കോശങ്ങളെ എന്ത് ചെയ്യാൻ കഴിവുണ്ട്? ഇവിടെ ശ്രദ്ധിച്ചോ, ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ. നശിച്ചു പോകുന്ന കോശങ്ങൾ, അതായത് ഇപ്പൊ നമ്മുടെ മറ്റുള്ള ഭാഗങ്ങളിലെ അവയവങ്ങളിൽ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അത് നശിച്ചു തന്നെ ഇരിക്കും, പിന്നെ നമ്മുടെ അവയവങ്ങൾക്കൊക്കെ ബാധിപ്പ് വരും. പക്ഷേ ഇവിടെ ലിവറിന് നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കഴിവുണ്ട്. നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാൻ കഴിവുള്ള മനുഷ്യനിലെ ഒരു അവയവം ഏത് എന്ന് ചോദിച്ചാൽ അത് കരളാണ് കേട്ടോ. കരളിന്റെ ആള് നമ്മുടെ ഒരു കരൾ തന്നെയാണ് അല്ലേ? അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാല്ലേ? ആള് നമ്മുടെ വലിയ ഒരു കരൾ തന്നെയാണ്. കരളിന്റെ പുനരുൽപാദന ശേഷിയേക്കാൾ കൂടുതൽ കോശങ്ങൾ നശിക്കുന്നത് അന്തിമമായി കരളിന്റെ നാശത്തിലേക്ക് നയിക്കും. ആൽക്കഹോൾ ശരീരത്തിൽ എത്തുമ്പോഴും കൃത്രിമ ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴും, മനസ്സിലായോ? കൃത്രിമ ഘടകങ്ങൾ, ഒരുപാട് ഈ കളേഴ്സ് ചേർത്തിട്ടുള്ള ഫുഡുകളും ഇപ്പൊ നമുക്ക് അറിയാം, ഏത് ഭക്ഷണം ആണെങ്കിലും ഒക്കെ എന്താണ്? വിഷപദാർത്ഥങ്ങൾ അടങ്ങിയത് തന്നെയാണ് അല്ലെ? അപ്പൊ കൃത്രിമ ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കുക.
ഇനി കോർട്ടെക്സ്, മെഡുല്ല, പെൽവിസ് കണ്ടോ, വൃക്കയുടെ ആന്തരഘടന കണ്ടോ, വൃക്കയുടെ ആന്തരഘടന പറയുമ്പോൾ മേൽഭാഗമാണ് അല്ലെ, പുറം ഭാഗമാണ് അല്ലെ, അല്ല ആന്തരഘടന പറഞ്ഞാൽ ഉൾഭാഗമാണ് അല്ലെ, ബാഹ്യമാണ് ഏത്, പുറം അല്ലെ, ആന്തരഘടന നോക്കിക്കേ, നമ്മുടെ വൃക്കയുടെ ഉൾഭാഗമാണ് കോർട്ടെക്സ്. ഏതിന്റെ ഭാഗമാണ്, വൃക്കയുടെ ഭാഗമാണ്. മെഡുല്ല, പെൽവിസ് നോക്കാം. വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, കോർട്ടെക്സ് ആണ്. നെഫ്രോണുകളുടെ അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നു. പഠിച്ചോളണം, കോർട്ടെക്സ് വൃക്കയുടെ ഇളം നിറമാണ്, ഇവിടെ ഇളം നിറമാണ്, മെഡുല്ല കടും നിറമാണ് കേട്ടോ, ഇത് രണ്ടും വ്യത്യാസം പഠിക്കണം. കോർട്ടെക്സ് ഇളം നിറമുള്ള ബാഹ്യഭാഗമാണ്, നെഫ്രോണുകളുടെ അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത് കോർട്ടെക്സിലാണ്. മെഡുല്ലയോ വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗം കണ്ടോ, വൃക്കയുടെ ഇത് ഇളം ഭാഗം, ഇത് എന്താണ്, കടും ഭാഗമാണ് അല്ലെ. മെഡുല്ല എന്താണ്, കടും ഭാഗം, ഇതാണ് അറിയണ്ടല്ലോ അല്ലെ, പിക്ചർ മനസ്സിലാവുണ്ടല്ലോ. ഇത് ഇളം കളർ അല്ലേ, ഇതോ കുറച്ചും കൂടി ഡാർക്ക് അല്ലേ, മനസ്സിലാക്കുക കേട്ടോ. മെഡുല്ല കടുനിറമുള്ള ആന്തരഭാഗം, നെഫ്രോണുകളുടെ നീണ്ട കുഴലുകൾ കാണപ്പെടുന്നത്. അപ്പൊ അരിപ്പ കാണപ്പെടുന്നത് എവിടെയാണ്, അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത് കോർട്ടെക്സിലാണ്. പഠിച്ചോ, വൃക്കയുടെ ഇളം നിറമുള്ള ഭാഗമാണ് കോർട്ടെക്സ്, അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നതും കോർട്ടെക്സിലാണ്. എന്നാൽ മെഡുല്ലയിലെ കടുനിറമുള്ള ഭാഗമാണ്, നീണ്ട കുഴലുകൾ കാണപ്പെടുന്നത് എവിടെയാണ്, മെഡുല്ലയിലാണ്. പെൽവിസോ അരിപ്പകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് ഏത്, പെൽവിസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മുടെ നെഫ്രോണിന്റെ ഒരു ഘടനയാണ് തന്നിരിക്കുന്നത്, നോക്കാം. ബൊമാൻസ് കാപ്സ്യൂൾ, ഗ്ലോമറുലസ്, ബാഹ്യനാളിക ലോമിക ജാലം, ഇഫറന്റ് വെസല്, അഫറന്റ് വെസല്, വൃക്കാനാളിക, പിന്നെ ശേഖരണ നാളി. ഇതാണ് നമ്മുടെ നെഫ്രോണിന്റെ ഒരു ഘടന തന്നിരിക്കുന്നത്. അതിൽ ബൊമാൻസ് ക്യാപ്സൂൾ നോക്കാം, നമുക്കത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിക്ചർ. ബൊമാൻസ് ക്യാപ്സൂൾ കണ്ടോ, ഒരു കപ്പ് പോലെ അല്ലെ, ഇതൊരു കപ്പിന്റെ ഒരു പോലെ ഇല്ലേ ബൊമാൻസ് ക്യാപ്സൂൾ കണ്ടോ, ഈ യെല്ലോ കളറിൽ കാണുന്നത് കേട്ടോ. നെഫ്രോണിന്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെയുള്ള ഭാഗമാണ്, ഇവിടെ ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെയുള്ള ഭാഗമാണ്, ഭിത്തികൾക്കിടയിലുള്ള സ്ഥലമാണ് ക്യാപ്സുലാർ സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഏതാ നോക്കൂ, ഈ റെഡ് കളറിൽ കാണുന്നത്, ഈ റെഡ് കണ്ടോ, ഈ റെഡ് കളറിൽ കാണുന്നത് എന്താണ് നോക്കാം, അത് ഗ്ലോമറുലസ് ആണ്. അഫറന്റ് വെസൽ ബൊമാൻസ് ക്യാപ്സിനുള്ളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികകളായിട്ട് മാറിയ ഭാഗമാണ് ഇത് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഇനി ഈ ഭാഗം ഇതെന്താണ്, ഈ ഭാഗം എന്താണ്, ഇതാണ് ഇഫറന്റ് വെസല്, ഇതാണ് അഫറന്റ് വെസല്. ബൊമാൻസ് ക്യാപ്സൂളിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തക്കൊഴലാണ് ഇഫറന്റ്. ബൊമാൻസ് ക്യാപ്സൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖയാണ് അഫറന്റ് വെസല്. വൃക്കാനാളിക നോക്കൂ, ബൊമാൻസ് ക്യാപ്സൂളിനെയും ശേഖരനാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്കാനാളിക. പിന്നെ ശേഖരണ നാളി, വൃക്കാനാളികകൾ വന്നു ചേരുന്ന ഭാഗം ജലത്തിന്റെ ആഗിരണം നടക്കുന്നു, മൂത്രം ശേഖരിച്ച് പെൽവിസിൽ എത്തിക്കുന്നതും. ഇനി ബാഹ്യനാളിക ലോമിക ജാലം, ഇഫറന്റ് വെസലിന് തുടർച്ചയായി വൃക്കാനാളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികകളാണ് ഏത് എന്ന് പറയുന്നത്, ബാഹ്യനാളിക ലോമിക ജാലം. ഇഫറന്റ് വെസല് ബൊമാൻസ് ക്യാപ്സൂളിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഇഫറന്റ്, അഫറന്റ് ഉള്ളിലേക്ക് പോകുന്നതാണ് കേട്ടോ. ബൊമാൻസ് ക്യാപ്സിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അഫറന്റ്. ഇനി ഇവിടെ മൂത്രം രൂപപ്പെടുന്ന ഘട്ടങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവിടെ സൂക്ഷ്മ അരിക്കൽ നടക്കുന്നുണ്ട്, പുനരാകിരണം, ശ്രവണം നടക്കുന്നുണ്ട്, ജലത്തിന്റെ ആകിരണങ്ങള്, ഗ്ലോമറാൾ ഫിൽട്ടറിലെ ഘടകങ്ങള്, മൂത്രത്തിലെ ഘടകങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ സൂക്ഷ്മ അരിക്കൽ നോക്കൂ, രക്തം ഗ്ലോമറുലസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിലുള്ള വ്യാസവ്യത്യാസം ഗ്ലോമറുലസ് സൃഷ്ടിക്കുന്ന ഉയർന്ന മർദ്ദം ഈ പ്രക്രിയയെ സഹായിക്കുന്നു. ഇതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ക്യാപ്സുലാർ സ്പേസിൽ ശേഖരിക്കുന്നു. പുനരാകിരണം നടക്കുന്നത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനാളികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുന്ന സമയത്ത് ആവശ്യ വസ്തുക്കൾ ബാഹ്യനാളിക ലോമിക ജാലത്തിലേക്ക് പുനരുദ്ധരണം വരാൻ സാധ്യതയില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. നോക്കൂ, ഗ്ലൂക്കോസും പൂർണ്ണമായ ആകിരണം കണ്ടോ, ഗ്ലൂക്കോസും അമിനോ ആസിഡും കണ്ടോ. പിന്നെ ഭാഗികമായ ആകിരണമാണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം കണ്ടോ, ജലം കൊടുത്തിരിക്കുന്ന ഭാഗികമായ ആകിരണം. പിന്നെ ഹൈഡ്രജൻ, പൊട്ടാസ്യം, യൂറിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ജലത്തിന്റെ ആകിരണം
ഇത് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കട്ടെ. ഞാൻ വെറുതെ വായിച്ചു കിട്ടതുകൊണ്ട് കാര്യമില്ല. നിങ്ങളൊന്ന് വായിച്ചു വന്നിട്ടില്ല, ഇതുവരെ ഒന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഇവിടെ നോക്കുക, ഗ്ലോമറുലർ ഫിൽട്രേറ്റിലെ ഘടകങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ജലമുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട് കേട്ടോ. ഗ്ലോമറുലർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അയോണുകൾ, വിറ്റമിനുകൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവയാണ്. ഗ്ലോമറുലർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, പിന്നെയോ അയണുകൾ, വിറ്റമിനുകൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ. പിന്നെ മൂത്രത്തിലെ ഘടകങ്ങൾ, നമ്മുടെ മൂത്രത്തിലെ ജലം എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 96% ജലമാണ്. യൂറിയ 2%, ബാക്കി 2% സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും കാൽസ്യം ലവണങ്ങളും ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവയാണ്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ആകെ എത്ര? 2%. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ യൂറിനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏത് തന്നെയാണ്? ജലം തന്നെയാണ്. എത്ര ശതമാനമാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അംശം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല കേട്ടോ. 96%. യൂറിയ എത്ര ശതമാനമാണ്? 2. നമ്മൾ 96 കഴിഞ്ഞാൽ വേഗം 4% ബാക്കിയുള്ളത് യൂറിയക്ക് കൊടുക്കരുത് കേട്ടോ. 2% മാത്രമേ ഉള്ളൂ യൂറിയ. ബാക്കി 2% വരുന്നത് ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ലവണങ്ങൾ, പിന്നെ ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവ. ഇനി ശരീരത്തിനുള്ളിലുള്ള രക്തം മുഴുവനും 24 മണിക്കൂറിനുള്ളിൽ 350 തവണ എങ്കിലും വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു ദിവസം എത്ര തവണയാണ് രക്തം വൃക്കകളിലൂടെ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 350 തവണയാണ്. ശരീരത്തിനുള്ള രക്തം മുഴുവനും 24 മണിക്കൂറിനുള്ളിൽ, ഒരു ദിവസത്തിനുള്ളിൽ 350 തവണ എങ്കിലും എന്ത് ചെയ്യും? നമ്മുടെ വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട്. 1800 ലിറ്റർ രക്തം അരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? 1800 ലിറ്റർ. അപ്പൊ എത്രമാത്രം രക്തമാണ് നോക്കൂ. 1800 ലിറ്റർ രക്തം അരിച്ചിട്ട് 170 ലിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത്. 170 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകണമെങ്കിൽ 1800 ലിറ്റർ രക്തം അരിക്കണം. ഒരു മിനിറ്റിൽ ഏകദേശം ഒരൊറ്റ മിനിറ്റിൽ 127 മില്ലി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് രൂപപ്പെടുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റിൽ 127 മില്ലി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്നുണ്ട്. അതിൽ നിന്നും ഏകദേശം 126 മില്ലിയും തിരികെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നു. തത്ഫലമായി 170 ലിറ്റർ ഫിൽട്രേറ്റിൽ നിന്നും 1.5 ലിറ്റർ മൂത്രം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു 1.5 ലിറ്റർ യൂറിൻ ഉണ്ടാകണമെങ്കിൽ 170 ലിറ്റർ ഫിൽട്രേറ്റ് എന്ത് ചെയ്യണം? ഫിൽട്രേറ്റിൽ നിന്നും 1.5 ലിറ്റർ മൂത്രം ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഇനി സോഡിയം ഹൈപ്രോബോമൈറ്റ് യൂറിയയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ യൂറിയ വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ഉണ്ടാകുന്നത്. ഏതാണ്? സോഡിയം ഹൈപ്രോബോമൈറ്റും പിന്നെ ഏതാണ്? യൂറിയയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ. ഈ സോഡിയം ഹൈപ്രോബോമൈറ്റ് യൂറിയയുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ യൂറിയ വിഘടിച്ചിട്ട് എന്താകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ഉണ്ടാകുന്നത്. ഇനി വൃക്കകളും അതിന്റെ ആന്തര സമസ്ഥിതി പരിപാലനവും നോക്കാം. വൃക്ക കണ്ടോ, മാലിന്യങ്ങളുടെ പ്രീവിയസ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. വൃക്കയുടെ സവിശേഷതകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. മാലിന്യങ്ങളുടെ പുറന്തള്ളല്, ജലസന്തുലനം, ലവണ സന്തുലനം, pH ക്രമീകരിക്കുന്നതുമൊക്കെ വൃക്കയാണ്. ആന്തര സമസ്ഥിതി പാലിക്കപ്പെട്ട നിലയിൽ കണ്ടോ, ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, ആന്തര സമസ്ഥിതിയിൽ വ്യതിയാനം സംഭവിക്കുന്നത് കണ്ടോ, ഇതൊക്കെ എന്താണ്? വൃക്കകളും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സമസ്ഥിതി പരിപാലനവുമാണ്. അപ്പൊ വൃക്കയുടെ ഈ 4 ഘടകങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. മാലിന്യങ്ങളുടെ പുറന്തള്ളല്, ജലസന്തുലനം, ലവണ സന്തുലനം, pH ക്രമീകരണം ഒക്കെ നടക്കുന്നത് വൃക്കയിലാണ്. ഇനി നോക്കാം വൃക്കയിൽ വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പുകവലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ നോക്കി. ഇനി വൃക്കയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ് നെഫ്രൈറ്റിസ്, വൃക്കയിലെ കല്ല്, യുറീമിയ. എന്താണ്? യുറീമിയ. നെഫ്രൈറ്റിസ് നോക്കാം. അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് ഏത്? നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അണുബാധ അല്ലെങ്കിൽ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് ഏത്? നെഫ്രൈറ്റിസ്. അതിന്റെ ലക്ഷണം എന്തൊക്കെയാണ്? കലങ്ങിയതും കടും നിറത്തോട് കൂടിയിട്ടുള്ള മൂത്രം എങ്ങനെയായിരിക്കും? കലങ്ങിയിട്ടും അതുപോലെ കടും നിറത്തോട് കൂടിയിട്ടായിരിക്കും. അതുപോലെ പുറം വേദന, പനി, മുഖത്തും കണങ്കാലിലും ഒക്കെ വീക്കം. ഇതൊക്കെ എന്താണ്? നെഫ്രൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ്.
ലക്ഷണങ്ങളാണ്. ഇനി വൃക്കയിലെ കല്ലോ, വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായിട്ട് അടിഞ്ഞുകൂടുന്നതാണ്. കാൽസ്യം ലവണങ്ങൾ തരിയായിട്ട് അടിഞ്ഞുകൂടുന്നതാണ് വൃക്കയിലെ കല്ല്. അടിവയറ്റിൽ വേദന, മൂത്രതടസ്സം, തലകറക്കം, ഛർദി, ഇതൊക്കെ എന്താണ്? വൃക്കയിലെ കല്ലാണ്. ഇനി യുറീമിയ എന്താണ്? പലതരം വൃക്ക രോഗങ്ങള്, നെഫ്രൈറ്റിസ്, പ്രമേഹം, രക്താതിമർദ്ദം, ഇതൊക്കെ എന്താണ്? യുറീമിയയ്ക്ക് കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പൊ പ്രമേഹം വന്നാലും രക്താതിമർദ്ദം വന്നാലും നെഫ്രൈറ്റിസ് വന്നാലും പലതരം വൃക്കരോഗങ്ങൾ വന്നാലും എന്താണ്? ഇതൊക്കെ യുറീമിയയ്ക്ക് കാരണമാകും. വിളർച്ച, ശരീരഭാരം കുറയുക, തലകറക്കം, ശ്വാസതടസ്സം, വയറിളക്കം, മൂത്രോത്പാദനം ക്രമേണ നിലയ്ക്കുന്നത്, ഇതൊക്കെ എന്താണ്? യുറീമിയയുടെ ലക്ഷണങ്ങളാണ്. ഇനി ഹീമോഡയാലിസിസ് നമുക്ക് നോക്കാം. വൃക്കകൾ തകരാറിലാകുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെപ്പോഴും പറയാറുണ്ട് ഡയാലിസിസ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ വൃക്കകൾ തകരാറിലാകുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ടിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഏത്? ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ഡച്ച് ഡോക്ടറായ വില്യം ജോഹാൻ കോഫ് ആണ് കേട്ടോ. കൃത്രിമമായിട്ട് ആദ്യമായിട്ട് കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത ഡോക്ടർ ആരെ എന്ന് ചോദിച്ചാൽ വില്യം ജോഹാൻ കോഫ് ആണ്. വില്യം ജോഹാൻ കോഫ്, വില്യം ജോഹാൻ കോഫ് പഠിച്ചു വെക്കണം. ഇനി ഇവിടെ ഹീമോഡയാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ? ഒരു ഉപകരണം ഇവിടെ തന്നിട്ടുണ്ട്. ഡയാലിസിസ് ദ്രാവകം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ നമ്മുടെ കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന ഘട്ടം നോക്കാം നമുക്ക്. ധമനിയിൽ നിന്ന് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കടത്തി വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രക്തം കട്ട പിടിക്കുന്നതിന് തടയുന്നതിന് എന്ത് ചെയ്യും? രക്തം കട്ട പിടിക്കുന്നത് തടയാൻ വേണ്ടിയുള്ളതാണ് ഏത്? ഹെപ്പാരിൻ. ഇത് പ്രീവിയസ് ആണ് ചോദിക്കാറുണ്ട്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്നതാണ് ഹെപ്പാരിൻ. ശുദ്ധീകരിക്കപ്പെട്ട രക്തം തിരികെ എന്ത് ചെയ്യും? സിരകളിലേക്ക് കടത്തിവിടും. കണ്ടോ? ഒന്നിലൂടെ ഇതും മാലിന്യം അടങ്ങിയിട്ടുള്ള അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിട്ട് ശുദ്ധമായ രക്തത്തെ പിന്നീട് ഇത് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. കണ്ടോ? ഡയാലിസിസ് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡയാലിസിസ് രണ്ടാമത്തെ ഘട്ടം എന്താണ്? ഡയാലിസിസ് യൂണിറ്റിലൂടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങൾ ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് വ്യാപിക്കുന്നു. പിന്നെ ശുദ്ധീകരിക്കപ്പെട്ട രക്തം തിരികെ സിരകളിലേക്ക് കടത്തിവിടുന്നു. ഇനി വൃക്ക മാറ്റിവെക്കുമ്പോൾ പ്രവർത്തനരഹിതമായ വൃക്കകൾ നീക്കം ചെയ്യുന്നില്ല. സത്യം പറഞ്ഞ അല്ലെ, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് അറിയുന്നത് അല്ലെ. ഒരിക്കൽ നമുക്കിപ്പോ ഒരു വൃക്ക കംപ്ലൈന്റ് ആയി പറഞ്ഞിട്ട് വേറൊരു വൃക്ക വെക്കുകയാണെങ്കിൽ അവിടെ പ്രവർത്തനരഹിതമായിട്ടുള്ള വൃക്ക അവിടെ മാറ്റുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും അല്ലെ. പകരം പുതിയ വൃക്ക പഴയ വൃക്കയുടെ ചുവടെ സ്വീകർത്താവിന്റെ വൃക്കാധമനിയുമായും വൃക്കാസ്ഥിരയുമായിട്ടും ബന്ധിപ്പിക്കുന്നു അല്ലെ. അപ്പൊ പഴയ വൃക്ക ഒരിക്കലും അവിടെ നിന്ന് നീക്കം ചെയ്യുന്നില്ല അല്ലെ. വൃക്ക മാറ്റി വെക്കുമ്പോൾ പ്രവർത്തനരഹിതമായ വൃക്കകൾ നീക്കം ചെയ്യുന്നില്ല. കണ്ടോ? പകരം പുതിയ വൃക്ക പഴയ വൃക്കയുടെ ചുവട് സ്വീകർത്താവിന്റെ വൃക്കാധമനിയുമായും വൃക്കാസ്ഥിരയുമായും ബന്ധിപ്പിക്കുന്നു. പുതിയ വൃക്കയുടെ മൂത്രവാഹി സ്വീകർത്താവിന്റെ മൂത്രസഞ്ചിയുമായി, അതായത് പുതിയ വൃക്കയുടെ മൂത്രവാഹി സ്വീകർത്താവിന്റെ മൂത്രസഞ്ചിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഡോക്ടർ ജോസഫ് ഇ മുറെ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസഫ് മുറെ ആണ്. ജോസഫ് മുറെ കേട്ടോ, ജോസഫ് മുറെ. ഇനി ഇവിടെ വിസർജന വൈവിധ്യം തന്നിട്ടുണ്ട്. വിസർജനം എങ്ങനെയാണ് ഓരോ ജീവികളിലും വിസർജനം നടത്തുന്നത്? അമീബയിലും ഷഡ്ഭദങ്ങളിലും മണ്ണിരയിലും മത്സ്യങ്ങളിലും തവളയിലും ഉരകങ്ങളിലും പക്ഷികളിലും ഒക്കെ എങ്ങനെയൊക്കെയാണ് വിസർജനം നോക്കാം. അമീബയില് ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ, എല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പ്രത്യേക വിസർജന അവയവങ്ങള് ഏതിലില്ല? അമീബയിലില്ല. അമോണിയ, കോശത്തിൽ അധികമായി എത്തുന്ന ജലം എന്നിവ സങ്കോചഫേനങ്ങൾ വഴിയാണ് പുറന്തള്ളുന്നത്. ഈ സങ്കോചഫേനം ഒക്കെ പഠിക്കണം കേട്ടോ. പ്രത്യേക വിസർജനാവയവങ്ങൾ ഇല്ല. ആർക്ക്? അമീബയ്ക്ക് ഇല്ല. അമോണിയ, കോശത്തിൽ അധികമായ എത്തുന്ന ജലം എന്നിവ സങ്കോചഫേനങ്ങൾ വഴി പുറന്തള്ളുന്നു. അമോണിയയും പിന്നെ ഏതാണ്? കോശത്തിൽ അധികമായി എത്തുന്ന ജലവും ഏതുവഴിയാണ്? സങ്കോചഫേനങ്ങൾ വഴിയാണ് പുറന്തള്ളുന്നത്. ഇനി ഷഡ്ഭദങ്ങളിൽ എങ്ങനെയാണ് വിസർജനാവയവം? ഷഡ്ഭദങ്ങളിലെ വിസർജനാവയവം ഏതാണ്? മാൽപീജിയൻ നാളികകളാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഷഡ്ഭദങ്ങളുടെ വിസർജനാവയവം മാൽപീജിയൻ നാളികകളാണ്. അന്നപഥത്തോട് ബന്ധപ്പെട്ട് കാണുന്ന ഇവ ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡ് പോലുള്ള മാലിന്യങ്ങളെ വേർതിരിച്ച് ദഹനാവശിഷ്ടങ്ങൾക്കൊപ്പം എന്ത് ചെയ്യാണ്? പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഇനി മണ്ണിര നോക്കൂ.
മണ്ണിരയുടെ വിസർജനാവയവം നെഫ്രീഡിയ ആണ് കേട്ടോ, നെഫ്രീഡിയ. ഷഡ്പദങ്ങളുടെയോ മാൽപീജിയൻ നാളികകൾ. അമീബയുടെയോ അമീബയ്ക്ക് ഇല്ല. ഇനി മണ്ണിര നെഫ്രീഡികളാണ് വിസർജനാവയവം. ശരീര അറയിൽ നിന്ന് യൂറിയ, അമോണിയ, ജലം തുടങ്ങിയ വിസർജ്യ വസ്തുക്കൾ വേർതിരിച്ച് ശരീര ഉപരിതലത്തിലെ സുഷിരങ്ങൾ വഴിയാണ് പുറന്തള്ളുന്നത്. ഇനി മത്സ്യങ്ങളില് പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുവായ അമോണിയ വൃക്കകളിലൂടെ നേരിട്ട് ജലത്തിലേക്ക് വിസർജിക്കുകയാണ് ചെയ്യുന്നത്. അമോണിയയുടെ പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുവായ അമോണിയ വൃക്കകളിലൂടെ നേരിട്ട് എന്ത് ചെയ്യാണ്? ജലത്തിലേക്ക് വിസർജിക്കുന്നു. തവളയെ നോക്കൂ, വൃക്കകളാണ് വിസർജന അവയവങ്ങൾ. തവളയുടേതാണ് വൃക്കകളാണ് വിസർജന അവയവങ്ങൾ. യൂറിയ അടക്കമുള്ള മാലിന്യങ്ങൾ അരിച്ചുമാറ്റി മൂത്ര രൂപത്തിലാണ് ഇത് പുറന്തള്ളുന്നത്. ഉരകങ്ങളും പക്ഷികളും വൃക്കകളാണ് വിസർജന അവയവങ്ങൾ ട്ടോ. ഇവ മുഖ്യ വിസർജന വസ്തുവായ യൂറിക് ആസിഡിനെ അരിച്ചുമാറ്റി ദഹനാവശിഷ്ടങ്ങൾക്കൊപ്പം പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഇനി സസ്യങ്ങളിൽ എങ്ങനെയാണ് വിസർജനം നോക്കാം. അതിൽ ആസ്യരന്ധ്രം, ലെൻറ്റിസൽ, കണ്ടോ, ഹൈഡത്തോട്, ഇലകൊഴിയല്, കാതൽ രൂപീകരണം ഒക്കെ നമുക്ക് നോക്കാം. ആസ്യരന്ധ്രം അല്ലെ, ഇലകളിൽ കാണപ്പെടുന്ന സുഷിരങ്ങളാണ് അല്ലെ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ, ശ്വസനത്തിന്റെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ പുറന്തള്ളുന്നതൊക്കെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ജലവും ഒക്കെ പുറന്തള്ളുന്നത് ഈ കാണുന്നത് കണ്ടോ, സുഷിരങ്ങൾ കണ്ടോ, ഓരോരോ ഹോള് പോലെ കണ്ടോ, ഇലകളിൽ കാണപ്പെടുന്ന സുഷിരമാണ് ഏത്? ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരെന്താണ്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നു അല്ലെ, സ്റ്റൊമാറ്റ എന്നും പറയുന്നുണ്ട്. ഇനി നോക്കൂ, ഹൈഡത്തോട്. പുൽവർഗ സസ്യങ്ങളിലും ചില കുറ്റിച്ചെടികളിലും എലിയുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങളായ ഹൈഡത്തോടുകളിൽ കൂടി അധിക ജലം പുറന്തള്ളുന്നു. അങ്ങനെയാണ് ഹൈഡത്തോട് വഴി ജലം പുറന്തള്ളുന്നത്. സസ്യങ്ങളുടെ വിസർജനമാണ് പഠിക്കുന്നത് കേട്ടോ. ഇനി ഇലകൊഴിയലിൽ കാതൽ രൂപീകരണം. ചില വിസർജ്യ വസ്തുക്കൾ സസ്യകാണ്ഡത്തിന്റെ മധ്യത്തിലുള്ള പ്രായം ചെയ്യുന്ന സൈലം കുഴലുകളിൽ വന്നടിഞ്ഞ് കാതൽ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇതണ്ട ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, നമ്മൾ വർഷങ്ങളോളം നിലനിൽക്കുന്ന മരത്തിന് നല്ല കാതലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. കാരണം എന്താണ്? ആ മധ്യത്തിലുള്ള പ്രായം ചെയ്യുന്ന അത് എന്താണ്? സൈലം കുഴലാണ് അല്ലെ. സൈലം കുഴലുകളിൽ വന്നടിഞ്ഞ് കാതൽ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇനി ഇലകൊഴിയിൽ നോക്കിക്കേ, ഇലകൾ വളർച്ചയെത്തി കൊഴിയാറാകുമ്പോൾ തന്നെ സസ്യങ്ങൾ ആവശ്യമായ ഘടകങ്ങൾ അവയിൽ നിന്ന് തിരിച്ചെടുക്കുന്നു. കണ്ടോ, കൊഴിയുന്നതിന് മുമ്പ് ആകുമ്പോഴേക്കും എന്താണ്? ആ ഇലയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നുണ്ട്. കൊഴിയുന്ന ഇലയിൽ വിസർജ്യ വസ്തുക്കളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇനി വ്യായാമത്തിന്റെ പ്രാധാന്യം നോക്കാം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുമുള്ള രക്തപ്രവാഹം കൂടുന്നു. കണ്ടോ, ചെയ്യണം കേട്ടോ. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുള്ള രക്തപ്രവാഹം കൂടുന്നു. ഹൃദയപേശികൾ ദൃഢമാകുന്നു. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ വിഘടിപ്പിച്ച് പൊണ്ണത്തടി കുറയ്ക്കുന്നു. കൂടുതൽ വിയർക്കുന്നു. വിയർപ്പിലൂടെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. ശ്വസനവാതകങ്ങളുടെ വിനിമയം കൂടുതൽ എന്ത് ചെയ്യാണ്? കാര്യക്ഷമമാക്കുന്നു. വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു. പേശികളിൽ കൂടുതൽ രക്തലോമികകൾ രൂപപ്പെടുന്നു. പേശികളുടെ ക്ഷമത വർദ്ധിക്കുന്നു. ഇനി വിവിധ തരം പേശികളും പ്രത്യേകതകളും നോക്കാം. അസ്ഥിപേശി അല്ലെങ്കിൽ രേഖാങ്കിത പേശി, മിനുസപേശി അല്ലെങ്കിൽ രേഖാശൂന്യ പേശി, ഹൃദയ പേശി നോക്കാം. നമുക്ക് അസ്ഥിപേശി നോക്കാം. അസ്ഥികളുമായിട്ട് ചേർന്ന് പറഞ്ഞു. അസ്ഥിപേശി പറയുമ്പോൾ അല്ലെങ്കിൽ രേഖാങ്കിത പേശി അല്ലെ, അസ്ഥികളുമായിട്ട് കാണപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയാണ്. എങ്ങനെയാണ്? സിലിണ്ടർ ആകൃതിയാണ് അസ്ഥിപേശിക്കുള്ളത്. കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അസ്ഥിപേശിയുടെ പ്രത്യേകത അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു. സിലിണ്ടറിന്റെ ആകൃതി, കുറുകെ വരകൾ, ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇനി മിനുസപേശിയോ? ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്ധ്രാവയവങ്ങളിലും രക്തക്കൊഴലുകളിലും മിനുസപേശിയാണ് കേട്ടോ കാണപ്പെടുന്നത്. സ്പിൻഡിൽ ആകൃതിയാണ്. മിനുസപേശിയുടെ ആകൃതി സ്പിൻഡിൽ ആകൃതിയാണ്. കുറുകെ വരകളില്ല. അനൈച്ഛിക ചലനങ്ങളാണ് കേട്ടോ, അനൈച്ഛിക ചലനങ്ങൾ. ഹൃദയപേശിയോ? ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു. ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ് അല്ലെ. ഇതങ്ങനെ ഓരോരോ ശാഖകളായിട്ട് ഓരോരോ ശാഖകളായിട്ട് മരത്തിന്റെ കൊമ്പുകൾ നിൽക്കുന്ന പോലെ ഉണ്ട് അല്ലെ. പിന്നെ കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അപ്പൊ അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി, അതില് വ്യത്യാസം എന്താ നോക്കിയാ, അസ്ഥിപേശിയിലാണ് ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് കേട്ടോ. അസ്ഥിപേശിയില് ഐച്ഛികം, മറ്റ് രണ്ട് പേശികളിലും എന്താണ്? അനൈച്ഛിക ചലനങ്ങളാണ്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. മനസ്സിലായോ? അസ്ഥിപേശിയില് ഐച്ഛിക ചലനവും അനൈച്ഛിക ചലനങ്ങള് മിനുസപേശിയിലും
ഹൃദയപേശിയിലും. പിന്നെ അസ്ഥിപേശി സിലിണ്ടർ ആകൃതി, മിനുസപേശി സ്പിൻഡിൽ ആകൃതി, പിന്നെ ഹൃദയപേശി ശാഖകളായിട്ട് പിരിഞ്ഞ കോശങ്ങളുടെ രീതിയിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ കുറുകെ വരകൾ ഏതിലുണ്ട്? അസ്ഥിപേശിക്കുണ്ട്, ഹൃദയപേശിക്കും കുറുകെ വരകളുണ്ട്. മിനുസപേശിക്കോ കുറുകെ വരകൾ ഇല്ല. ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മനസ്സിരുത്തി വായിക്കുക കേട്ടോ. ഇനി മനുഷ്യ അസ്ഥികൂടം നോക്കാം. അക്ഷാസ്ഥികൂടമുണ്ട്, അനുബന്ധാസ്ഥികൂടങ്ങളുണ്ട് അല്ലെ. അക്ഷാസ്ഥികൂടവും അനുബന്ധാസ്ഥികൂടവും. തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം, അക്ഷാസ്ഥികൂടം നോക്കൂ, തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 29. മാറല് 1. വാരി എല്ല് കണ്ടോ, വാരി എല്ല് കണ്ടോ, ഇവിടെയും കണ്ടോ, 12 × 2 24. നട്ടെല്ല് 26. തോൾവലയം 4. കൈകളിലെ അസ്ഥികൾ രണ്ടിലും കൂടിയിട്ട് 60. ശ്രോണി വലയം 2. കാലിലെ അസ്ഥി 60. മനസ്സിലായോ? അങ്ങനെ എത്ര അസ്ഥികൾ വേണം? 206 അസ്ഥികൾ അല്ലേ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 ആണ്. അപ്പൊ നോക്കൂ, തലയോട്ടിയിൽ എത്രയാണ്? നമ്മുടെ തലയോട്ടിയിൽ എത്ര അസ്ഥി ഉണ്ട്? 29 അസ്ഥി. മാറല് 1, വാരിയല് 24, നട്ടെല്ലില് 26, പിന്നെ തോൾവലയത്തില് 4, പിന്നെ കയ്യിലും കാലിലുമായിട്ട് 60 അല്ലേ, 120, പിന്നെ ശ്രോണി വലയത്തില് 2. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഇതിന്റെ ബാലൻസുമായിട്ട് കാണാം. 5, 6, 7, 8, 9 ഇങ്ങനെ ഓർഡർ ആയിട്ടാണ് കേട്ടോ വരുന്നത്. നിങ്ങളൊന്ന് പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ല മാർക്ക് അല്ലേ. എക്സാം കഴിഞ്ഞിട്ടൊക്കെ വരുന്ന സമയത്ത് മാർക്കൊക്കെ നോക്കുമ്പോൾ നല്ല മാർക്ക് ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ അടുത്ത മെയിൻസിൽ നമുക്ക് സർവീസിൽ കയറുമ്പോൾ ഒക്കെ നല്ല ഹാപ്പി ആയിരിക്കും. ജീവിതം അവിടെ സേഫ് ആണ്. അതൊക്കെ മനസ്സിലാക്കുക, പഠിക്കുക കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നുണ്ട്. പ്രയോജനപ്പെടുത്താനായിട്ട് കൂട്ടുകാർ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.